ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ആൻഡ് കൂളിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചാൽ ഇവിടെ സ്പെഷ്യൽ ആണ്, ബിക്കോസ് ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ, സന്ധ്യ എല്ലാവരും അതിന്റെ പണിപ്പുരയിലാണ്. ദിനുവാനുണ്ട് കിച്ചണില്. ഇന്നത്തെ ഷെഫ് ദിനുവാനാണ്. അപ്പൊ എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കണമെന്ന് നമുക്ക് കിച്ചണിൽ ചെന്ന് കാണാം. ഉള്ളി കട്ട് ചെയ്തു. അമ്മ എത്ര ഗാർലിക്കാ? ഞാൻ 12 എടുത്തിട്ടുണ്ടോ? മതിയോ? ഇത് നമ്മുടെ വീട്ടിന്റെ എന്താ ഉള്ളിയാണോ? ഞാനിവിടെ ഉള്ളി അറിയാം. എന്റെ ഭക്ഷണത്തിന്റെ ഭാഗം പച്ച ഞാന് ഉള്ളിയും പച്ചമുളകാണ്. ആണ് ഉള്ളത് തന്നെയാണോ? ആർക്കറിയാം? എന്ത് കറി ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു പച്ചമുളക് ഇട്ട് ഇങ്ങനെ കടിക്കുന്ന കാണാം. എന്ത് കഴിച്ചാലും അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഉള്ളി ഇതാ, ഇഞ്ചിയും എന്താണ് അതിന്റെ ഒരു വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദിനുമോന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്, നമ്മുടെ താറാവ് വെച്ച് നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാറില്ലല്ലേ? അപൂർവമായിട്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അല്ലെ, വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ നമ്മൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ. ഓക്കെ, ഒരു 1/2 കൂടെ ഇട്ടു കേട്ടോ. കുരുമുളക്, മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടിയായി. ഇനി വേണ്ടതാണ് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതില് ജിഞ്ചർ വിത്ത് ഗാർലിക്, അതിന്റെ പേസ്റ്റ് ഏകദേശം ഒരു 2 സ്പൂൺ. ചെറിയുള്ളി കൂടി ഉണ്ട്. ചെറിയുള്ളി കിട്ടിയില്ല കേട്ടോ. ചെറിയുള്ളി ഇവിടെ കിട്ടില്ല അല്ലേ? ചെറിയുള്ളി ഇവിടെ ഇല്ല, അവൈലബിൾ അല്ല. ഉള്ളി ഇട്ടില്ല. കേരള സ്റ്റോറിൽ കിട്ടും, പക്ഷെ അത് ഒരുപാട് ദൂരം പോകും. കുറെ അന്വേഷിച്ചു കുറച്ച് ഉള്ളിക്ക് വേണ്ടിട്ട്, പക്ഷെ കിട്ടിയില്ല. ചെറിയുള്ളി ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു കുറെ സ്ഥലത്ത് പോയിരുന്നു. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാവിൽ നോക്ക്. അതെ, നമ്മൾ അനിയനൊക്കെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇതൊക്കെ എന്താണ് അത്ഭുതത്തോടെ ശരി കേട്ടോ. ഇത് എന്താണ് നിങ്ങൾ എല്ലാരും കൂടി കാണിക്കുന്നത് അല്ലേ? ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഉള്ളി എത്ര മതി? 10 മതി. ഇനി വഴച്ചാനാണ് നമുക്ക് വേറെ. ഞാൻ എപ്പോഴും കഴിച്ചു. അതപ്പോ ഞാൻ പറഞ്ഞു തന്നെയാണ് അവള്. ഒരു 20 വർഷം കഴിയില്ല മോളെ. അല്ല കൂട്ടാ, ഇതൊരു കുഞ്ഞായിരിക്കുമ്പോ. അതെ, അത് നമ്മുടെ വീട്ടിലൊരു താറാവ് ഉണ്ടായിരുന്നു, അതിന് കഴിച്ചു. നമ്മള് ചെറുപ്പത്തിൽ ഓർമ്മ കഴിച്ചതെന്നുള്ളു. അവൻ നിനക്ക് ഓർമ്മയില്ലാത്ത പ്രായം, എനിക്ക് ഓർമ്മ പ്രായം. സംഭവം അറിയാം, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മണിയാവട്ടെ 3 മണി പിന്നെ ബിരിയാണി നമുക്ക് ഫെയിൽ ആയി പോയിട്ട് അല്ല, ഇവിടെ 1 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ നമ്മൾ കഴിക്കണം 3:30 അല്ലേ? എല്ലാവരും ഷൂട്ടിങ്ങല്ല, അതിന്റെ ഇതിപ്പോ എന്താണ് ഇവിടെ ആ ഒരു കത്തിയുള്ളൂ, അതാണ്. അതല്ലോ, ഒരു കത്തി പൊട്ടി, മറ്റേ കത്തി മിസ്സിങ്. അപ്പൊ അവസാനം കിട്ടി. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ എടുത്തു വെച്ച കത്തിയാണ് ഇപ്പൊ നമുക്ക് രക്ഷകനായി വന്നിരിക്കുന്നത്. അല്ല, നമ്മള് വീഡിയോ ചെയ്യുന്നതല്ലേ, ഇന്നും കൂടി വീഡിയോ ചെയ്ത് എല്ലാവരും കൂടി പട്ടി വെക്കണം. കത്തി ചതിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ അമ്മ മാത്രം പണിയെടുത്ത് എല്ലാവരും നോക്കിയിരിക്കും. എപ്പോഴും അധികം അടുക്കളയിൽ പണി അമ്മയ്ക്ക് ഇഷ്ടമാണ്, അതാണ് സത്യം അല്ലേ? അല്ല, എല്ലാ വീട്ടിലും അമ്മമാർക്ക് തന്നെയായിരിക്കും കുക്കിംഗ് കിട്ടുക. ഇപ്പൊ സന്ധ്യ ഇവിടെ എല്ലാരും കുക്ക് ചെയ്യും. സന്ധ്യ നന്നായിട്ട് കുക്ക് ചെയ്യും. എന്റെ കൂട്ടാ സന്ധ്യ എന്ത് ഫുഡാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം ചോദിച്ചേക്കാം? ബിരിയാണി. ബസുമതി റൈസ് എനിക്ക് അറിയില്ല. സന്ധ്യന്റെ ബിരിയാണി ഞാനും ഭയങ്കര ഇഷ്ടം. അമ്മേന്റെ എന്ത് ഫുഡാണ് നിനക്ക് ഇഷ്ടം?
എന്താ പറയാ ഞാൻ സന്ധ്യ ബിരിയാണി കഴിച്ചിട്ടില്ല. നെയ്ച്ചോറ്. ഞാൻ ഇങ്ങോട്ട് വന്ന പിന്നെ അവളെ പിന്നെ food ഉണ്ടാക്കി കൊടുത്തതാ. അമ്മ കഴിച്ചിട്ടില്ല സന്ധ്യന്റെ ബിരിയാണി കേട്ടോ. ഇനി സന്ധ്യ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്ന പിന്നെ കുക്കിംഗ് ഫുള്ള് സന്ധ്യല്ലേ. ഞാൻ ഉണ്ടാകുമ്പോ സന്ധ്യ ഇത്രയൊന്നും ഉണ്ടാക്കി തരില്ല. പിന്നെ മുറിച്ചു തരും. പക്ഷെ അവള് cooking അമ്മ അങ്ങനെ ചെയ്യിപ്പിക്കില്ല. ചെവിയില്ല കോൺഫിഡൻസ് ഇല്ല. അല്ല, ഞാൻ തന്നെ ചെയ്യും. അതിന് കോൺഫിഡൻസ് ഇല്ല. അമ്മയില്ലേ ഉപ്മാ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് സദ്യ ഉപ്മാ നന്നായി ഉണ്ടാക്കാൻ അങ്ങനെ അപ്പൊ സന്ധ്യ വരെ അമ്മ ഉണ്ടായിട്ടില്ല. ഇതന്നെയാണ് ഇവിടെ കേട്ടോ. ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മോളെ ചായ ഉണ്ടാക്കുന്നത് കുടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പറയും എന്നാ പിന്നെ അമ്മ ഉണ്ടാക്കിക്കോ. ഇതാണ് അമ്മേന്റെ അവസ്ഥ. അല്ല, കഴിച്ചിട്ട് ഇതൊക്കെ നല്ലതാണെന്ന് അറിയാം. നിന്നോട് താറാവ് കഴിച്ചിട്ട് പറയാ ഞാൻ എന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചതാ ഒരുപാട് വർഷം കിട്ടില്ല അല്ലെ? അവിടെ കിട്ടോ സന്ധ്യ? നമ്മുടെ വീട്ടിൽ സാധാരണ വീട്ടിലുണ്ടായിരുന്നു അല്ലെ? വീട്ടില് 3 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ നമുക്കൊരു മനസ്സിന് അല്ലേ പറ്റില്ല അത് കഴിക്കാൻ. മുതുവനിന്റെ കയ്യിൽ ഇങ്ങനെ വിശക്കിന്. ഉള്ളി എത്ര എണ്ണം വേണമെന്ന്? കാർട്ടൂൺ കണ്ട് നട്സ് കഴിക്കണം അവര്. നിന്നോട് ഉള്ളി എത്ര എണ്ണം വേണമെന്ന്? ഉള്ളി നമുക്കൊരു 3 മതിയാവോ? അതിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നതാ. ഞാൻ കരയല്ല കേട്ടോ, ഉള്ളി അരിഞ്ഞിട്ടാണ്. ഉള്ളി അരിഞ്ഞിട്ട് വെള്ളത്തിട്ട് വെച്ചാൽ മതി, കണ്ണരിഞ്ഞില്ല. അത് ശരി, അത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സാധാരണ ഉപ്പൊക്കെ അടുത്ത് വെക്കുന്ന മനസ്സിലായി. അതിനേക്കാൾ നല്ലതാണ് വെള്ളത്തിട്ട് വെച്ചാൽ വെള്ളത്തിലിട്ട് കണ്ണരിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറുകയാണ്. ഞങ്ങൾ ലൊക്കേഷൻ വിടുകയാണേ. ഓക്കെ. അല്ല, ഇതാ വെള്ളത്തിട്ട് വെച്ചു. ഇനി പ്രശ്നം അല്ല, ഇതിനോട് നമ്മൾ എത്ര താറാവാ നമ്മൾ വാങ്ങിയ? 3 എണ്ണ. നമ്മള് 2 താറാവുകളെയാണ് വാങ്ങിയത്. അതാരും വീട്ടിൽ വളർത്തുന്നത് കൊണ്ടുവന്നതാണ് അല്ലേ? നമ്മളെല്ലാവരും കൂടെ അല്ലേ, ഞാൻ സുജിത്ത് അമ്മ അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടെ വേറെ സ്ഥലത്ത് പോയിട്ട് വരുമ്പോ ഒരാള് താറാവ് നമ്മൾ ഒരു തുണി വേണ്ട തോന്നുന്നല്ലേ? അത് ഈ വെറൈറ്റി കൊറേ ഇറങ്ങിയതല്ലേ? നോക്കാം, നോക്കിട്ട് എടുക്കാം അല്ലെ വേണമെങ്കിൽ. അപ്പൊ നമ്മുടെ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മസാലയ്ക്ക് വേണ്ട തിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ മല്ലിയില ഉണ്ട്, ഗാർലിക് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, പുതിന, ഉള്ളി. ഓക്കെ, പുതിന ഇടാൻ അനുമാനല്ലേ? അപ്പൊ നമ്മുടെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സവോള ഇതിലേക്ക് ഇട്ടാണ് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം, ഉപ്പൊക്കെ ഇട്ടിട്ട്. ചെറുപ്പത്തങ്ങാണ്ട് വീട്ടിലുണ്ടാക്കി തന്ന ഓർമ്മയുണ്ട് അമ്മ. വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ ഉണ്ടാക്കുക താറാവ്. അടിപൊളി. ഇതിന്റെ മണം എന്ത് രസമല്ല, മണം നല്ല ഇഷ്ടം. നിങ്ങളുടെ കൈപുണ്യം വേറെന്ത്? ആർക്കെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം ഇന്നത്തെ കറി കൈപുണ്യം എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു. ജിഞ്ചർ, ഗാർലിക്, മഞ്ഞൾ. ഓക്കെ, മഞ്ഞൾ ഇട്ടു. മുളക് പൊടി കുറച്ചിടാൻ പോകാം. ഗരം മസാല ആണ് കേട്ടോ. ഗരം മസാല നമുക്ക് 2 സ്പൂൺ ഇടാം. അപ്പൊ നമ്മുടെ ഗ്രേവി ഉഷാറായിട്ട് റെഡിയാണ്. ഇങ്ങനത്തെ കളറാക്കി എടുത്താണ്. കരിഞ്ഞ് കളറാന്നല്ല, കറുത്ത കളറാണ്, പക്ഷെ കരിഞ്ഞതല്ല കേട്ടോ. ഇങ്ങനത്തെ കളറാക്കി എടുത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഇവിടെ റെഡിയായി നോക്കട്ടെ. അല്ല, എക്സ്ട്രാ വാട്ടർ കണ്ടന്റ് ഉണ്ടോ? ഉണ്ടല്ലേ? നമ്മള് വേണ്ടത്രയും മാത്രം ഒഴിച്ചിട്ടുണ്ടല്ലേ? അല്ല, വെക്കണം. വെള്ളം വേണം ആവശ്യത്തിന്. നന്നായിട്ട് വന്നു കേട്ടോ നമ്മുടെ താറാവ്. ഉടയാൻ പാടില്ല, അത് കറക്റ്റ് വേവായിരിക്കണം. ഇനി ഇതിന്റെ ഒപ്പം ഒന്നുകൂടി കുറച്ചു നേരം ഭംഗിയുണ്ടല്ലേ? വാ, റോസ്റ്റ് റെഡിയാണ്.
പോരട്ടെ. രണ്ടിട്ട് തീർന്നിട്ടില്ല ഇഷ്ടംപോലെ. ഇവിടെ എല്ലാവരും വെയിറ്റിംഗിലാണ്. ഹേതോ എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇനി അവന്റെ റിയാക്ഷൻ ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതില് കുറച്ച് കൂടുതൽ താറാവുണ്ടേ. എത്ര കിലോ ഉണ്ട് ഇതിനകത്തില്? 3 kg. നമ്മുടെ രണ്ട് താറാവിന്റെയും കൂടെ വെയിറ്റ് ആണ് 3 kg. അപ്പൊ ഏകദേശം ഒരു 2.25 കിലോ ഉണ്ടാകും. 2.25 കിലോ ഉണ്ട്. കറി ഉണ്ടമ്മ അതില്? ഒരാൾ ഇവിടുന്ന് നാവില് വെള്ളം കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. കറി ഉണ്ടമ്മ? ഗ്രേവി ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇതിന്റെ അടുത്തിൽ ഉപ്പ് നോക്കണ്ടേ? അപ്പൊ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള താറാവ് ഇറച്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുക്കളയുടെ പരുവം ഇതാണ്. ഹലോ എന്താണ്? എല്ലാവരുടെ അക്ഷമരായിട്ട് ഇവിടെ കാത്തിക്കാണ് കേട്ടോ. അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ കുറെ നേരം നോക്കിട്ട് നമ്മളിതില് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് അതിനാട്ടാ. വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ നല്ലതാണ്. കണ്ടിട്ട് കൊതിയാവുന്ന പറയുന്നത്. എന്താ ചെയ്യാൻ എങ്ങനെ കഴിക്കുന്നുള്ളതാണ്. ഞാൻ അച്ഛൻ രാവിലെ ദിവസം വിളിക്കുമല്ലോ. അപ്പൊ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു താറാവാണ് കേട്ടോ കറി. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു പ്രാവശ്യം ഞങ്ങള് മൂന്നാമത് യാത്ര ചെയ്യുമ്പോ 2 ചെക്കന്മാർ താറാവ് കൊണ്ടുവരണം. അപ്പൊ തിരുമോൻ ചോദിച്ചതാ താറാവ് തരുമോ അല്ലേ? അപ്പൊ ഇന്ന് അതാ പിന്നെ ഇന്നലെ അത് കിട്ടിയത്. ഇന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചു താറാവ് കറിയാ. ഞാൻ ചോദിച്ചു താറാവ് കറിയാന്ന് വേണോന്ന്. എനിക്കൊന്നും വേണ്ടേ അച്ഛൻ പറയാ. കറക്റ്റ് എല്ലാ സാധനവും കറക്റ്റ്. എനിക്ക് കിട്ടിയോ? അവനെ കിട്ടിയോ? ഞാനും വിചാരിക്കുന്നത് ഇപ്പൊ ഒന്നും പറയാനല്ലേ? അടിപൊളിയായിട്ട്. ഇനി അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. ഓക്കെ. എത്തി ആളെത്തി. അരെ വാ ഉഷാർ. അടിപൊളിയല്ലേ? യെസ്. അപ്പൊ ഇനി ആർക്കൊക്കെയാണ് വേണ്ടത് മക്കളെ ഭക്ഷണം വേണ്ടത് അത് മാത്രം പറഞ്ഞാൽ മതി. അടിപൊളി. നമുക്കിനി ഫുഡ് കഴിക്കാം അല്ലേ? ഇനി ആർക്കും ക്ഷമയില്ല. ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് വേണമെന്ന് പറയുന്നത്? കറി ആദ്യമായിട്ട് നമ്മുടെ ഹേവ് ഫുഡാണ് കൊടുക്കുന്നത്. ഞങ്ങൾ രണ്ടാളും മാറി മാറി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടേ നല്ല വിശന്നിട്ടാ വന്നില്ലേ ഹേവ് കുട്ടാ? വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് വിശക്കൂടെ, എനിക്ക് ആദ്യം എന്താന്ന് പറഞ്ഞിട്ട് അയ്യോ എന്റെ കോഴിക്കാലൊക്കെ ഒരു പീസ് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ളവർ എല്ലാ പീസുകളും അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. എന്താ സൂപ്പർ. കൊറേ കാലമായിട്ട് ഞാൻ എന്താ പറയാ കഴിച്ചില്ല അല്ലെ? വേറെ ലെവൽ. കാണുമ്പോ തന്നെ അതെ നന്നായിട്ട് അടിപൊളി. നല്ല കറുപ്പ് കളറായിട്ട് അടിപൊളി. കറക്റ്റ് വേവ് അല്ലേ? ശരിക്കും 4 വിസിലിൽ ഇതിനായിട്ടാ. 3 എന്ന് പറഞ്ഞാൽ 4 ആയി. പക്ഷെ 4 വേണല്ലേ, പിന്നെ എക്സ്ട്രാ വേവും. ഓക്കെ, കുറച്ചു നേരം എക്സ്ട്രാ വേഗം കൂടി ചെയ്തു. അപ്പോഴാണ് കറക്റ്റ് ആയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? അതുകൊണ്ട് കഴിക്കലേണ്ട മനസ്സിലാവും. നിർത്തുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ തുടങ്ങിയിട്ടില്ല. ഞാനും അമ്മയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഹേവുന് കൊടുത്തിട്ടിരിക്കുക ആണല്ലേ? നമുക്ക് വേഗം തുടങ്ങാട്ടോ, അത് നല്ല. അപ്പൊ ഇതൊക്കെയാണ്. അമ്മ ബേബിന്റെ അടുത്തേക്ക് പോയതാണ്. അമ്മ വേഗം വാ. ഒരാളുടെ ചാരകാസത്തോടെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പക്ഷേ?
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ. നമ്മൾ പ്രതീക്ഷയില്ല ഇത്രയും ടേസ്റ്റ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലും വ്ളോഗിലൊക്കെ ഇങ്ങനെ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ. ബൈ ബൈ ബൈ. അപ്പൊ ഇതെന്താന്നറിയാം, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഡക്കിന്റെ അല്ലേ കൂട്ടാ. നമ്മൾ തേങ്ങാപ്പാല് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഗ്രേവി അടിപൊളി ഫ്രൈ ആയി. അപ്പൊ എന്താണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടുക, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താറാവ് താറാവ് കറി. താറാവ് റോസ്റ്റ്, താറാവ് കറി. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് നാളെ തന്നെ. അപ്പൊ എല്ലാവരും കാണണം. പുതിയ വീഡിയോന്റെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കില്ലേ? നമുക്ക് ഓക്കെ, എന്നാ പിന്നെ എല്ലാവർക്കും ബൈ.